ഹായ് കൂട്ടുകാരെ, 2024 നടന്ന നമ്മുടെ ഫൈനൽ SSLC മാത്തമാറ്റിക്സ് എക്സാമിലെ ചോദ്യപേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ചോദ്യങ്ങളെല്ലാം നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്, ചാനലിൽ നോക്കുക. അതേപോലെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനകത്തുള്ള മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വില്ലേജിന്റെ ക്വസ്റ്റ്യൻ ബുക്കിൽ സീരീസിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് ഒരു സീരീസ് അല്ല, കുറെ അധികം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് ഹീമോഗ്ലോബിൻ ലെവല് കാണിക്കാൻ, അതിന്റെ ആ ഗ്രാം കാണിക്കാൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിന്റെ ലെവലാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് മീഡിയൻ ലെവൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. സപ്പോസ് നമ്മളിപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുവാണ്. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക. അപ്പൊ 12.0 ആദ്യം എഴുതാം. അത് കഴിഞ്ഞാൽ 12.1 ആണ് വരേണ്ടത്. 1 ഇല്ല, 12.2 ഇല്ല, 12.3 ഇല്ല, 12.4 ഇല്ല, 12.5 ഉണ്ട്. അപ്പൊ അത് എഴുതി. പിന്നെ 12.6 ഉണ്ട്, പിന്നെ 12.7 ഒന്നും ഇല്ല, പിന്നെ 12.9 ഉള്ളൂ, അത് എഴുതുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 13.4, പിന്നെ 13.7, പിന്നെ 14.1. ശരിയല്ലേ? മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? അതുകൂടെ ഒന്ന് കണ്ടു ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒക്കെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. 1 2 3 4 5 6 7 1 2 3 4 5 6 7 എണ്ണമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് നമ്പർ 7 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ. അപ്പോൾ ഉറപ്പായിട്ടും അതിന്റെ നാലാമത്തെ ടൈം അല്ലേ? 1 2 3 4, ഈ നാലാമത്തെ ടൈം ആയിരിക്കും എന്താണ്? മീഡിയൻ. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു 12.9. പിടിയോ? നാലാമത്തെ ടൈം എങ്ങനെ എഴുതിയത്? ഇത് ഒന്നാമത്തെ ടൈം, ഇത് രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, ഏഴാമത്തത്. സോ ഈ ലാസ്റ്റത്തെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ മൊത്തം 7 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 7ന്റെ കൂടെ ഒന്നുകൂട്ടി പകുതി എടുത്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 7 1 8 അല്ലെ? 8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ നാലാമത് കിടക്കുന്നതാണ് മീഡിയൻ. പിടിയോ? അപ്പൊ മീഡിയൻ ഈസ് ഈക്വൽ ടു 12.9 എന്ന് എഴുതാം. ഓക്കെ.